ഇന്ത്യയോട് സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ വളരെയധികം ആവേശത്തിലാണ് മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ. ആഗോള രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ അത്രയധികം ഉയർത്താൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യയുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തമാകാൻ ക്യൂ നിൽക്കുകയാണ് രാജ്യങ്ങളെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. പരസ്പരം ബഹുമാനിക്കുന്ന ലോക നേതാക്കളെ ലഭിച്ചത് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഭാഗ്യമാണെന്ന് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധം പുരോഗമിക്കുന്നുണ്ടെന്നും എന്നാൽ അത് കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ANIയുമായുള്ള സംഭാഷണത്തിൽ ഗ്രീൻ വ്യക്തമാക്കി. നമ്മൾ കെട്ടിപ്പടുക്കുകയും ഇപ്പോൾ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നതിൽ സംശയമില്ല. എനിക്ക് വേണ്ടിയുള്ള തന്ത്രം അത് കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അതാണ് എൻ്റെ ദൗത്യം. ഞങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ ചില പിൻവാതുകൾ ഉണ്ട്. ഈ ബന്ധത്തിന്റെ 3 അടിസ്ഥാന ചാലക ശക്തികളുണ്ട്. അവ ഇല്ലാതാകുന്നില്ല. ഒന്നാമതായി, ഓസ്ട്രേലിയയും ഇന്ത്യയും ദ്വിപക്ഷപരമായും ക്വാഡ് വഴിയും തന്ത്രപരമായി കൂടുതൽ യോജിച്ചിരിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ വളരെ ശക്തമായ ഒരു പരസ്പര പൂരകത്വമുണ്ട്. 0.32. മൂന്നാമതായി, ഇന്ത്യൻ വംശജരായ 10 ലക്ഷത്തിലധികം പേരുടെ ഒരു മനുഷ്യപ്പാലം നമുക്കുണ്ട്. പരസ്പരം ബഹുമാനിക്കുന്ന, നന്നായി ഒത്തുചേരുന്ന, പരസ്പരം കാഴ്ചപ്പാടുകൾ ശ്രദ്ധയോടെ കേൾക്കുന്ന നേതാക്കൾ നമുക്കുണ്ടെന്നും നമ്മുടെ ഭാഗ്യമാണ്. ആ ഘടകങ്ങൾ മാറുന്നതായി ഞാൻ കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വൈവിധ്യത്തിൽ താനും ഭാര്യയും ആകൃഷ്ടരായിട്ടുണ്ടെന്നും ലോക പ്രശ്നങ്ങൾ, സംസ്കാരം, സാഹിത്യം എന്നിവയെക്കുറിച്ച് വിശാലമായ ചർച്ച ചെയ്യാൻ കഴിയുമെന്നും ഗ്രീൻ പറഞ്ഞു. 2.5 വർഷത്തിലേറെയായി ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ നാഗരികതയ്ക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. അതിനാൽ ഞാൻ ഇവിടെ എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ എനിക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നു. നിങ്ങളുടെ 21 സംസ്ഥാനങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അത് 22 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സമൂഹത്തിന്റെ വൈവിധ്യം വളരെ ശ്രദ്ധേയമാണ്. നിങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ ഞാൻ ഉപഭൂഖണ്ഡത്തിന്റെ മറ്റേ അറ്റത്തേക്ക് കേരളത്തിലേക്ക് പോകുന്നുവെന്ന് പറയണം. പക്ഷേ അത് ഭക്ഷണത്തിനും ക്രിക്കറ്റിനും അപ്പുറമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക വിഷയങ്ങളിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും എനിക്ക് ഇടപഴകാൻ കഴിയുന്ന ചിന്താശേഷിയുള്ള വാചാലരായ സമർത്ഥരായ ധാരാളം ആളുകളുണ്ട് എന്നതാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പഠിക്കാനും വെല്ലുവിളികൾ നേരിടാനും വളരാനും ഇതൊരു മികച്ച സ്ഥലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയിലെ 2ാമത്തെ വലിയതും അതിവേഗം വളരുന്നതുമായ വിദേശ വംശജരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ജീവിക്കുന്ന പാലമായി മാറുന്നുവെന്നും ഓസ്ട്രേലിയൻ വിദേശകാര്യ വ്യാപാര വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.